മിശിഹായിൽ പ്രിയപ്പെട്ടവരെ, ഒരിക്കലും എന്നോടൊരു ചേച്ചി ചോദിച്ചു, അച്ഛാ, നമ്മൾ ഈ കർത്താവിനോട് അടുത്ത് നിൽക്കുന്നവർക്ക് മാത്രം ജീവിത സങ്കടങ്ങൾ കൂടുതലായി കാണുന്നത് എന്തുകൊണ്ടാണ്? കർത്താവിനെ മറന്ന് ജീവിക്കുന്നവർക്കോ കർത്താവിനെ ഉപേക്ഷിച്ച് ജീവിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നവർക്കോ ഒരു കുഴപ്പമുള്ളതായിട്ട് നമ്മൾ കാണുന്നില്ല. പക്ഷെ നമ്മൾ ഈശോയോട് കൂടുതൽ അടുത്ത് നിൽക്കുമ്പോൾ നമുക്ക് സങ്കടങ്ങൾ കൂടുന്നു, ഭാരങ്ങൾ കൂടുന്നു, രോഗങ്ങൾ കൂടുന്നു, ജീവിത വ്യഥകൾ കൂടുന്നു. എന്താണ് അതിൻ്റെ പുറകിലുള്ള ഒരു മിസ്റ്ററി? അത് സുവിശേഷം ഈശോ നമുക്ക് പറഞ്ഞു തരുന്നത്, ഞാൻ മുന്തിരിച്ചെടിയും എൻ്റെ പിതാവ് കൃഷിക്കാരനുമാണ്. എന്നിൽ ഫലം തരാത്ത ശാഖകളെല്ലാം അവിടുന്ന് നീക്കിക്കളയും. എന്നാൽ ഫലം തരുന്നതിനെയോ കൂടുതൽ കായ്ക്കാനായി അവിടുന്ന് വെട്ടി ഒരുക്കുകയും ചെയ്യുന്നു. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് പ്രൂണിങ്. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന, പ്രത്യേകിച്ച് ദൈവത്തെ സ്നേഹിച്ച് ജീവിക്കുന്ന മനുഷ്യർക്ക് അവരുടെ ജീവിതത്തിൽ വരുന്ന സങ്കടത്തെയും സഹനത്തിൻ്റെയും ഒരു അർത്ഥം കണ്ടെത്താൻ ഭയങ്കര പാടാണ്. എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെയാണ്? ഈശോ പറയുന്നത് നമ്മളെ ഒരുക്കുകയാണ്, ദൈവം വെട്ടി ഒരുക്കുകയാണെന്നാണ്, പ്രൂണിംഗ് ആണ്. അപ്പോൾ അത് പെയിൻഫുൾ ആയിട്ടുള്ള ഇവൻ്റാണ്, പക്ഷെ അത് കൂടുതൽ ഫലം പുറപ്പെടുവിക്കും. എന്തോരം ഫലമാണ്! മർക്കോസിൻ്റെ സുവിശേഷത്തിൽ ഈശോ ശിഷ്യന്മാരെ അയക്കുന്ന സംഭവമുണ്ട്. ഈശോയെ ശിഷ്യന്മാരെ സുവിശേഷം പ്രസംഗിക്കാൻ വേണ്ടി അയക്കുകയാണ്, 2 പേരെ വീതം. അപ്പോൾ അവരോട് ഈശോ പറയാണ്, നിങ്ങൾ പോകുമ്പോൾ അപ്പം എടുക്കരുത്, വടി എടുക്കരുത്, അതുപോലെ തന്നെ പേഴ്സ് എടുക്കരുത്. അപ്പോൾ പേഴ്സില്ലാത്ത, ഭക്ഷണമില്ലാത്ത, ഊന്നാനൊന്നുമില്ലാത്ത, ഡിപ്പെൻഡ് ചെയ്യാനൊന്നുമില്ലാത്ത ഒരു യാത്രയ്ക്ക് ശിഷ്യന്മാരെ പറഞ്ഞു വിടുകയാണ്. ബാക്കി ആ നാട്ടിലുള്ള എല്ലാവർക്കും ഇതെല്ലാം ആകാം, പക്ഷെ ഈശോയെ സ്നേഹിച്ച് ഈശോയുടെ കൂടെ നടക്കുന്നവർക്ക് ഈശോ പറഞ്ഞു കൊടുത്ത ഡിറക്ഷൻ അതായിരുന്നു. പേഴ്സില്ല, അപ്പമില്ല, ഊന്നാനൊരു വടിയില്ല. അത് ഡിസൈപ്പിൾഷിപ്പിൻ്റെ ട്രെയിനിങ് ആണ്. അപ്പോൾ ഇത് ഇന്ന് നമ്മുടെ വചനത്തിൻ്റെ ചിന്തയായിട്ട് സൂക്ഷിച്ചുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് വേറൊരു കാര്യമാണ്. ഇത് ഞാൻ പറയുന്നത് നിങ്ങൾ സ്വീകരിക്കണം നിർബന്ധമൊന്നുമില്ല. പക്ഷേ ഇത് ഞാൻ ഈ വചനവുമായി ബന്ധപ്പെട്ട് ഞാൻ നടത്തിയൊരു റിഫ്ലക്ഷൻ, ഈ വചനത്തെ, അതായത് ഞാൻ മുന്തിരിച്ചെടിയും എൻ്റെ പിതാവ് കൃഷിക്കാരനുമാണ്, എന്നിൽ ഫലം തരാത്ത എല്ലാ ശാഖകളും അവിടെ നീക്കിക്കളയുന്നു, അപ്പോൾ നിങ്ങൾ എന്നോട് ചേർന്ന് നിൽക്കണം, ഫലം പുറപ്പെടുവിക്കും. അത് വളരെ പേഴ്സണലായിട്ട് നമ്മളതിനെ ധ്യാനിച്ച് നമ്മുടെ സ്വന്തമാക്കിയിട്ടുള്ളൊരു വചനമാണിത്. നമ്മൾ ഈശോയോട് വളരെ വ്യക്തിപരമായ ബന്ധം സൂക്ഷിക്കുന്ന മക്കളാണ് നമ്മളെല്ലാവരും. ഒരുപാട് പേര് വീക്ക് ഡേയ്സിൽ പോലും അടുത്തുള്ള പള്ളികളിൽ പോയി വിശുദ്ധ കുർബാന അർപ്പിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ വളരെ സ്പിരിച്വൽ ആയിട്ടുള്ള ആംബിയൻസ്, ഒരു റിലേഷൻഷിപ്പ്, വളരെ ക്ലോസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഈശോയോട് പേഴ്സണലായിട്ട് കാത്തു സൂക്ഷിക്കുന്ന വ്യക്തികൾ ആണ് നമ്മൾ ഒട്ടുമിക്ക ആൾക്കാർ. നമ്മുടെ ഹൃദയം കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് എന്നായാലും. അപ്പം നമുക്ക് ഈശോയോട് വളരെ പേഴ്സണലായിട്ടൊരു ബന്ധമുണ്ട്. പക്ഷെ ഈശോയോടുള്ള പേഴ്സണലായിട്ടുള്ള ബന്ധം എന്ന് നമ്മൾ കരുതുന്ന ഈ കാര്യം നമ്മൾ ചിന്തിച്ച് നോക്കുമ്പോൾ നമ്മുടെ മക്കള് നമ്മളോളം ഈശോയെ സ്നേഹിക്കുന്നുണ്ടോ? നിങ്ങളത് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടോ? അവരുടെ ആ വളർച്ചയിൽ നിങ്ങൾ അവരെ നോക്കുമ്പം അവർ നമ്മളോളം ഈശോയെ സ്നേഹിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ടോ? അങ്ങനെ അല്ലെങ്കിൽ അങ്ങനെ വളരാൻ സാധ്യതയുള്ളതായിട്ട് നമ്മൾ കാണുന്നുണ്ടോ? അത് അവർ വളരെയധികം സെക്യുലറൈസ്ഡ് ആയിട്ട്, ഹീഡനൈസ്ഡ് ആയിട്ട് മാറുന്നുണ്ടോ? സ്വന്തം സുഖങ്ങളും സ്വന്തം താല്പര്യങ്ങളും വളരെ സെൽഫിഷായിട്ട് അവർ മാറുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ടോ? അപ്പോൾ നമുക്ക് ഈശോയോടുള്ള നമ്മുടെ വ്യക്തിപരമായ ബന്ധവും അത് ഫലം പുറപ്പെടുവിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ഈ ഈശോ എന്ന് പറയുന്ന വ്യക്തി, നമ്മൾ റിലേറ്റ് ചെയ്യുന്ന ഈശോ എന്ന് പറയുന്ന വ്യക്തി റിയൽ ഈശോ ആയിരിക്കില്ല. നമ്മുടെ തന്നെ മനസാക്ഷിക്കേട് തീർക്കാനുള്ള ചില കാര്യങ്ങളായിരിക്കും. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ പൊരുൾ ഇതാണ്: റിയൽ ഈശോ സഭയിലാണ്. Real Christ is in the church, and unless and until you are closely related to the church, you cannot be related to Christ, the person of Christ. ഞാനിവിടെ ഇപ്പോൾ 4 വർഷമായി
ഞാൻ കണ്ട ഒരു കാര്യം, ഞാൻ ആദ്യം പറഞ്ഞ രീതിയിൽ വളരെ പേഴ്സണലായിട്ട് ഈശോയോട് ബന്ധമുണ്ടെന്നൊക്കെ വിചാരിച്ച് ജീവിച്ച് ആളുകൾ അവരുടെ മക്കളൊക്കെ വളർന്നു വന്നപ്പം വളരെ ഡിഫറെൻ്റ് ആയിപ്പോയി. അവർക്ക് ഈശോയോട് വളരെ പേഴ്സണലായിട്ട് ബന്ധമുണ്ടായിരുന്നു, പക്ഷെ അവരുടെ മക്കൾക്ക് ആർക്കും ഈശോയോട് യാതൊരു ബന്ധവുമില്ല. അപ്പോൾ നമ്മൾ കടന്നു ചെല്ലുന്ന നമ്മുടെ ഈ വൈഡർ കമ്മ്യൂണിറ്റിയിലും ഇത് തന്നെയാണ്. പള്ളികളിൽ നമ്മൾ ചെല്ലുമ്പോൾ കാണാം, ഞാനിപ്പോൾ ജോബിയച്ചൻ്റെ പള്ളി കുർബാനയ്ക്ക് പോകുന്നുണ്ട്, തലമുടി നരച്ച ആളുകൾ മാത്രമേ പള്ളിയിലുള്ളൂ. എന്ത് ചെയ്യും അവരുടെ ചെറുപ്പക്കാരായ മക്കൾ, അവരുടെ കൊച്ചുമക്കളൊന്നും പള്ളിയിലില്ലാത്തത്? ഈ തലമുടി നരച്ച മനുഷ്യരൊക്കെ നല്ല വിശ്വാസമുള്ളവരല്ലേ? അവരെല്ലാം വളരെ പേഴ്സണലായിട്ട് വളരെ ക്ലോസ് ആയിട്ട് ക്രൈസ്റ്റിനോട് റിലേഷൻഷിപ്പ് സൂക്ഷിക്കുന്നവരല്ലേ? നമ്മളെക്കാളും സ്ട്രോങ് ആയിട്ടുള്ള ഫെയ്ത്ത് ഉള്ളവരവർ, നമ്മളെക്കാളും പ്രാർത്ഥിക്കുന്നവർ. പിന്നെ എന്താണ് അവരുടെ മക്കൾക്ക് പറ്റിയത്, അവരുടെ കൊച്ചുമക്കൾക്ക് പറ്റിയത്? ഞാൻ വിചാരിക്കുന്നൊരു കാര്യമുണ്ട്, ഞാൻ മുമ്പേ പറഞ്ഞ കാര്യം. അവർ ഈശോയോട് വളരെ പേഴ്സണലാണ്, പക്ഷേ അവർ ഈശോയുടെ സഭയോടൊട്ടും പേഴ്സണലല്ല. ഈശോയുടെ സഭയെ വിസിബിളായിട്ട് ദൃശ്യമാകുന്നത് ഒരു പാരിഷിലാണ്. അവരുടെ പാരിഷിനോട് അവർക്ക് യാതൊരു ക്ലോസ്നെസ്സും ഇല്ല. അപ്പോൾ ഈ പാരിഷ് ലൈഫിൽ, ഇടവക ജീവിതത്തിൽ നമ്മൾ ഇടവക കമ്മ്യൂണിറ്റിയോട് ക്ലോസ് ആയിട്ട് ജീവിക്കുമ്പം, ഇടവകയിലെ സാക്രമെൻ്റൽ ലിവിങ്ങിൽ ജീവിക്കുമ്പം നമ്മൾ ഈ പറഞ്ഞ ഈ മുന്തിരിച്ചെടിയും ശാഖയായിട്ടുള്ള ബന്ധമുണ്ടല്ലോ, ആ ക്രൈസ്റ്റുമായിട്ടുള്ള പേഴ്സണൽ റിലേഷൻഷിപ്പ് അതിൻ്റെ ട്രൂ സെൻസിൽ ജീവിക്കുന്നുണ്ട്. അതിൻ്റെ ഫലം നമുക്ക് കാണാം. പാരിഷ് ലൈഫിൽ വളരെ ആക്റ്റീവായിട്ട് ജീവിക്കുന്ന ആളുകളുടെ മക്കൾ വളർന്നു വരുന്നത് കാണുമ്പം നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ട് അവരുടെ വിശ്വാസ ജീവിതത്തെക്കുറിച്ച്. അവർ ഭാവിയിൽ ആരായിത്തീരും നമുക്കൊരു ആത്മവിശ്വാസമുണ്ട്. ഞാൻ നിങ്ങളോട് ഒരിക്കൽ പറഞ്ഞില്ലേ, നമ്മുടെ ഓൾട്ടർ സർവീസ്, അവർ അൾത്താരെ ശുശ്രൂഷ ചെയ്യുന്നത് കണ്ടിട്ട് എന്നോട് ഇവിടുത്തെ ചേട്ടന്മാരും ചേച്ചിമാരും വന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ കൊച്ചിനെ ഒന്ന് ചേർക്കാവോ? ഞങ്ങൾക്ക് അവരോട് അസൂയ തോന്നുന്നു. അവർ ഞങ്ങളുടെ കണ്ണുകളിൽ നോക്കുന്നു, ഞങ്ങളെ നോക്കി ചിരിക്കുന്നു, ഞങ്ങളോട് മിണ്ടുന്നു. അവർ തമ്മിൽ ചിരിച്ച് വർത്താനം പറയുന്നു. കാരണം എന്തുകൊണ്ടാണ്? അവർ കൂട്ടുകൂടുമ്പോഴും വർത്താനം പറയുമ്പോഴും അവർക്ക് സംസാരിക്കാനുള്ളത് അവരുടെ പള്ളിയിലെ കാര്യത്തെക്കുറിച്ച്, അവരുടെ കുർബാനയ്ക്ക് കൂടുന്നതിനെക്കുറിച്ച്, അവരുടെ വിശ്വാസത്തെക്കുറിച്ച്, കുർബാന പുസ്തകത്തിലെ പ്രാർത്ഥനകളെക്കുറിച്ച്, മാതാവിനെക്കുറിച്ച്, യോസേപ്പ് പിതാവിനെക്കുറിച്ചൊക്കെ അവർ സംസാരിക്കുന്നു. അപ്പോൾ അവർ ഈശോയിൽ വളരുവാണ്. ആ വളർച്ചയുടെ ആത്യന്തികമായ ഒരു ഔട്ട്സൈഡ് വേർഷനാണ് അവർ കാണുന്നത്, പുറത്ത് നിൽക്കുമ്പോൾ നമ്മൾ കാണുന്നത്. അപ്പോൾ ഇടവകയോട് എന്തോരം പേഴ്സണലായിട്ട്, എന്തോരം ക്ലോസ് ആയിട്ട് പാരിഷ് ലൈഫിൽ നമ്മൾ ജീവിക്കുന്നു, നമ്മുടെ കുഞ്ഞുങ്ങളെയും കൊണ്ട് ജീവിക്കുന്നു, അത്രമേൽ നമ്മൾ ക്രിസ്തുവിനോട് കണക്റ്റഡ് ആയിരിക്കും. ഈ മുന്തിരിച്ചെടിയും ശാഖയും തമ്മിലുള്ള കണക്ഷൻ അത്രയും കണക്റ്റഡ് ആയിരിക്കും. നമ്മൾ എന്തോരം നമ്മുടെ പാരിഷ് ലൈഫിൽ നിന്ന് ഡിസ്കണക്റ്റഡ് ആണോ, നമ്മുടെ മക്കള് ഈ ഡിസ്കണക്ഷൻ വളരെ കൂടുതലായിരിക്കും. നമ്മുടെ കണക്ടിവിറ്റി നമ്മുടെ പേരൻസ് നമുക്ക് കിട്ടിയതാണ്, പക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങൾക്കോ നമ്മുടെ കൊച്ചുമക്കൾ നമ്മളിൽ നിന്ന് കിട്ടേണ്ട കണക്ടിവിറ്റി. ഒരു സമൂഹത്തിൽ ഏറെ വൈകില്ല നരച്ച മുടികൾ മാത്രമുള്ള ഒരു സീറോ മലബാർ സഭ ഇവിടെ ഉണ്ടാകാൻ. അപ്പം അതുകൊണ്ട് ഈ ക്രിസ്തുവുമായിട്ടുള്ള പേഴ്സണൽ ബന്ധം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലുള്ളൊരു ക്രൈസ്റ്റ് അല്ല, സഭയിൽ ഒരു കമ്മ്യൂണിറ്റി ലിവിങ്ങിലൂടെ പ്രകടമാകുന്ന ക്രൈസ്റ്റാണ്. ക്രിസ്തുവിനെ കാണാൻ ഇന്ന് സഭയല്ലാതെ വേറെ ഒരു മീഡിയോ ഇല്ല. സഭയിൽ കിട്ടുന്ന ദൈവവചനമാണ് നമ്മളെ ശക്തരാക്കുന്നത്. കർത്താവ് പറഞ്ഞില്ലേ, ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിങ്ങളെ ആക്കിയിരിക്കുന്നു. ഇന്ന് നിങ്ങൾ ഇത്രയും പേര് ഈ കർത്താവിൻ്റെ ബലിയുടെ മുമ്പിലിരുന്ന് ഈ വചനം കേട്ടു. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം. ഇത് നിങ്ങളുടെ ഹൃദയങ്ങളെ ചോദ്യങ്ങളുണ്ടാക്കിയിട്ടുണ്ട്, നിങ്ങളുടെ ഹൃദയങ്ങളെ വിശുദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇടവകയിലിരുന്ന് നമ്മൾ വചനം കേട്ട് നമ്മുടെ ഇടവക ജീവിതത്തോട് കണക്റ്റഡ് ആയിട്ട് വളരുമ്പോൾ മാത്രമേ നമുക്ക് ഈശോയോട് ഈ പറഞ്ഞ ലൈവ് കണക്ഷൻ ഉണ്ടാവും. ഒരു മുന്തിരിച്ചെടിയുടെ, അല്ലെങ്കിൽ പൗലോസ്ലീഹ പറഞ്ഞ പോലെ ഒലിവിന്, കാട്ടൊലിവിൻ്റെ മുളയായ നിനക്ക് നാട്ടൊലിവിനെ ഒട്ടിച്ചു ചേർത്തതുപോലെ ആ ഒരു കണക്ഷൻ അത് ഫലം പുറപ്പെടുവിക്കും. അപ്പോൾ അത്തരം ഒരു ഫലം പുറപ്പെടുവിക്കാൻ നമ്മുടെ കുടുംബത്തെ നമുക്ക് നമ്മുടെ പാരിഷ് ലൈഫിനോട് ചേർത്ത് പിടിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.